പല്ലാരിമംഗലം പഞ്ചായത്തിൽ 15,89 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. വിവിധ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടപ്പാക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പല്ലാരിമംഗലം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് OE അബ്ബാസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 15,89 ലക്ഷം രൂപ വരവും 15,78 ലക്ഷം രൂപ ചെലവുമാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കണക്കാക്കിയിരിക്കുന്നത്. പാർപ്പിടം, ഉൽപാദനം, കുടിവെള്ളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കായിക മേഖല എന്നിവയ്ക്ക് മുൻഗണന നൽകി. പഞ്ചായത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ധനവിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഭവന പദ്ധതികൾ, കുടിവെള്ളം, വനിതാ ശിശു വികസനം, യുവജനക്ഷേമം, പ്രാദേശിക സാമ്പത്തിക വികസനം, കാർഷിക വികസനം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 2024-25 വർഷത്തെ ബജറ്റ് രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബജറ്റിലെ വരവ് ചെലവ് കണക്കുകൾ ഇപ്രകാരമാണ്. വിവിധ ഇനങ്ങളിലുള്ള വരവുകളും ചെലവുകളും ഇപ്രകാരം താഴെ പറയുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നികുതി ഇനത്തിൽ 62 ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നികുതിയേതര വരുമാനം 47 ലക്ഷം. ആകെ തനത് വരുമാനം നമുക്ക് 1,09 ലക്ഷം രൂപയാണ്. ജനറൽ പർപ്പസ് ഫണ്ട് 91 ലക്ഷം രൂപ. ജനറൽ പർപ്പസ് ഫണ്ടുകൾ ആകെ 2 കോടി. വികസന ഫണ്ട് ജനറൽ 11,15,08,000. ലൈഫ് ഭവന പദ്ധതിക്ക് 4 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കുടിവെള്ള പദ്ധതികൾക്ക് 35 ലക്ഷം രൂപ ചെലവഴിക്കും. അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗ്യാലറി നിർമ്മിക്കുന്നതിനും വനിതാ ഗ്രൂപ്പുകൾക്ക് തയ്യൽ മെഷീൻ നൽകുന്നതിനും മൃഗാശുപത്രി നവീകരണത്തിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അവതരിപ്പിക്കുന്നത് പശ്ചാത്തല വികസനം, ഉൽപാദന മേഖല, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, ആരോഗ്യം, കുട്ടികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പാലിയേറ്റീവ് കെയർ, SC വിഭാഗം എന്നിവർക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടും അവരെ കൂടുതൽ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനും ആവശ്യമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. KCV ന്യൂസ്, പല്ലാരിമംഗലം.